ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തോ ആയെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അത് തന്നെ കുഞ്ഞിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. വേറെ ആരുമില്ലടേ, ഞങ്ങൾ വീട്ടുകാർ മാത്രമായിട്ട്, അതായത് മനുവേട്ടനെ, ഞാൻ, തനു, അമ്മ, അച്ഛൻ, ഞങ്ങൾ ഇത്രയും പേര് മാത്രമായിട്ടുള്ളൂ. കാരണം വലിയ സെലിബ്രേഷൻ വരുന്നുണ്ട്. കാരണം അടുത്ത ദിവസം തനുവിൻ്റെ പിറന്നാളാണ്. അപ്പോൾ തനുവിൻ്റെയും കുഞ്ഞിയും കൂടെ അന്ന് വലിയൊരു കേക്ക് മേടിച്ച് ആഘോഷിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പം കേക്ക് വന്നപ്പോഴേ കുഞ്ഞിയെ എന്തു വെച്ചെന്നൊക്കെ തിരക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഉണ്ട്. അങ്ങനെ കേക്ക് വന്നു ഗൈസ്, കേക്ക് വന്നു. അപ്പം കേക്ക് മനുവേട്ട അടങ്ങി എല്ലാം എടുത്തുനിന്ന് തുറന്ന് വെക്കുവാണ്. എന്തോ കോച്ചുവാദം പിടിച്ച പോലൊരു കേക്കാണ്. കാരണം എല്ലാം ചരിഞ്ഞൊരു സൈഡിലോട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇപ്പോഴത്തെ ആവശ്യത്തിന് ഇത് മതിയല്ലോ എന്നുള്ള ഒരു ഇതിൽ ഞങ്ങളതങ്ങ് പോട്ടെ എന്നങ്ങ് വെച്ചു. കുഞ്ഞി ഇതിൻ്റെ ഇടയ്ക്ക് നൂറ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താ ചേച്ചി അങ്ങനെ, എന്താ ചേച്ചി ഇങ്ങനെ, ഇതെന്ത് വെച്ചി, അങ്ങനെ ഒരു 100 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാം പുള്ളിക്കാരി ഭയങ്കരമായിട്ടാണ് വാച്ച് ചെയ്യുന്നത്. തനുവിനൊരു സങ്കടമുണ്ട്, തനുവിന് സെലിബ്രേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ തനുവിനോട് ഞങ്ങൾ പറയുന്നുണ്ട്, തനു നിൻ്റെ അടുത്ത ദിവസം അപ്പോൾ എല്ലാവരും കൂടെ പറയുന്നുണ്ട് ഊതുന്ന ഊതാൻ വയ്യാത്തതുകൊണ്ട് അച്ഛനും മക്കളും കൂടെ ഒരുമിച്ചാണ് ഊതിയത്. ഊതി കഴിഞ്ഞ് പുകയെല്ലാം കൂടെ വലിയ പുകയൊക്കെ വരുന്നത് കണ്ടിട്ടായിരിക്കും കുഞ്ഞി അങ്ങ് പേടിച്ചു പോയി. കുഞ്ഞോട് കേക്ക് മുറിക്കാൻ പറഞ്ഞിട്ട് പിന്നെ കുഞ്ഞ് തല്ലിക്കൊന്ന മുറിക്കത്തില്ല. പിന്നെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് മുറിച്ചു. എങ്ങനെയൊക്കെയോ ചെയ്തു പോന്നു ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ കുഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ ടു യു. കുഞ്ഞിക്കത് വേണ്ടത് കൊടുക്ക് ഒരിച്ചിരി എടുത്ത് കൊടുക്ക്. കുഞ്ഞോടാണെങ്കിൽ കേക്ക് തിന്നാൻ പറഞ്ഞിട്ട് കുഞ്ഞ് ജന്മനാ കേൾക്കുന്നില്ല. ആര് കൊടുത്തിട്ടും കുഞ്ഞിക്ക് കേക്ക് വേണ്ട. കുഞ്ഞിക്ക് മുറിച്ച് കളിക്കാനാണ് ഗൈസ് ഇഷ്ടം. പിന്നെ ഒരു വിധത്തിൽ ഒരു ഇച്ചിരിയെങ്കിലും കൊടുക്ക് എന്നുള്ളൊരു രീതിയിൽ അതും പറ്റത്തില്ല, ഒരു രീതിയിൽ പറ്റില്ല. കുഞ്ഞ് എല്ലാവർക്കും നിങ്ങൾ വിചാരിക്കും കത്തി വെച്ച് നീട്ടുമായിരിക്കുന്നു, പക്ഷെ കത്തിയല്ല, കത്തിക്കകത്തിരിക്കുന്ന കേക്കാണ് കുഞ്ഞ് വെച്ച് നീട്ടുന്നത്. പിന്നെ അവസാനം തനും അത് മേടിച്ചിട്ട് മുറിക്കാൻ നോക്കി. ഞാൻ വലിയ ജാട എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എല്ലാവരും കൂടെ മാറിയിരിക്കും. ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് നോക്കിയിട്ട് അവൾ എൻ്റെ ഒന്നും മേടിച്ച് തിന്നുന്നില്ല. അവൾക്ക് എന്താ ഇച്ചിച്ചി പോലാണ്. ഞാൻ എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു വീഡിയോ എടുക്കും മനുവേട്ടാന്നും പറഞ്ഞുകൊണ്ട് മനുവേട്ടനെ കൊണ്ട് എൻ്റെ വീഡിയോ എടുപ്പിച്ചത്. അതാണെങ്കിൽ 1 ഫ്ലോപ്പ്. പിന്നെ അവസാനം എങ്ങനെയൊക്കെയോ മുറിച്ച് ഗായസ് ഇതൊക്കെ ഇപ്പം ഈ കോലത്തിലാണ് ഇരിക്കുന്നത്. എല്ലാവരും അവനവന് വേണ്ടത് മേഴത്തോണ്ട് മുറിച്ചോണ്ട് അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് തിന്നുകയാണ്. കുഞ്ഞാണെങ്കിൽ തല്ലിക്കൊന്ന് ആർക്കും എന്ത് കുഞ്ഞ്, എൻ്റെ കുഞ്ഞിന് അമ്മയ്ക്ക് കൊതി വന്നിട്ടില്ലേ മക്കളെ? ഇതെന്താകാനാ ശമ്പുന്? കണ്ടോ ഗൈസ്, കുഞ്ഞി അറിയാതെ അവിടെ നിന്ന് ഒരു കഷ്ണം ഞാൻ അടിച്ചു മാറ്റിയില്ലേ ഗൈസ്. പിന്നെ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. കാരണം കേക്ക് മാത്രമല്ല, ഒരു ഇച്ചിരി പായസം ഉണ്ടാക്കിയായിരുന്നു. പിന്നെ നമുക്ക് കുറ്റം പറയണമല്ലോ, കുറ്റം പറഞ്ഞില്ലേ നമുക്ക് പറ്റത്തില്ലല്ലോ. ഭയങ്കര മധുരമായിരുന്നേ. പിന്നെ അത് പോട്ടെ, സാരമില്ല. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഇനി അടുത്ത വീഡിയോ ഇനി അടുത്ത ദിവസം വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.